ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ്. നാരങ്ങ നമ്മൾ സാധാരണയായിട്ട് അച്ചാർ ഇടുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മളിത് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന നാരങ്ങയുടെ തോടുണ്ടല്ലോ, അത് മാത്രം തൊലി ഭാഗം മാത്രം ഉപ്പിലിട്ട് വെച്ചവരുണ്ടാവും. അങ്ങനെയുള്ള നാരങ്ങ വെച്ചാണ് നമ്മളിന്ന് അച്ചാറിടുന്നത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ്. കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അതിലിട്ട് വെച്ചിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴെല്ലാം ആ തോടിങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. അതിൻ്റെ ആ വെള്ളത്തോടു കൂടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, അതുപോലെ വിനാഗിരി, പിന്നെ ഉപ്പ്, ഇത്രയും മതി. ഇതിങ്ങനെ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചാൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. എത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി അത് അച്ചാറുണ്ടാക്കാൻ പോവാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ ഒന്ന് ആ എണ്ണയിൽ വഴറ്റി കൊടുക്കുക. നല്ലെണ്ണ എടുത്താലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഈ കളറിലാവുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നല്ലോ, നാരങ്ങ നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഉപ്പൊക്കെ ചേർന്ന വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി, വേറെ പച്ചവെള്ളം ചേർക്കണ്ട. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുകിട്ട് കൊടുക്കുകയാണ്. വേറെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ വെളിച്ചെണ്ണ തന്നെ ധാരാളം മതിയാവും. ഒരുപാട് എണ്ണ നമുക്കിതിന് വേണ്ട. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ചധികം സമയം തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും, കാരണം ആ വെള്ളത്തിൻ്റെ അംശം അതൊന്ന് പോകണം. എന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ചമ്മന്തി പരുവത്തിൽ ആയി വരണം. ഇപ്പോൾ ദാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ സാദാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്, കാശ്മീരി മുളക് പൊടിയല്ല, സാദാ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഉടനെ വെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്കാണ് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നാരങ്ങ ഒരുപാട് സമയം വേവിക്കുകയൊന്നും വേണ്ട, കാരണം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ അങ്ങനെ ഈ ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങയാണല്ലോ, അപ്പോൾ അത് അധിക സമയം വേവാനൊന്നും ഉണ്ടാവില്ല. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക. നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നത് തന്നെയാണെങ്കിലും ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വിനാഗിരി വളരെ കുറച്ചേ ഇതിലുണ്ടാവുള്ളൂ. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും പിന്നെ കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത ഭരണിയിലാണ് ഞാനിത് ഇട്ട് വെച്ചിരുന്നത്. ഏറ്റവും അവസാനം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ നാരങ്ങയുടെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല കയ്പ്പുള്ള നാരങ്ങയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു മതി. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിനൊരു കയ്പ്പ് രസം വരും, പക്ഷേ കായം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 2 നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ശരിക്കും നമ്മൾ വെറുതെ അങ്ങ് വലിച്ചെറിയുന്നൊരു സംഭവമാണിത്. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ നാരങ്ങ വെള്ളം കലക്കിയാൽ ഉടനെ ആ തോടങ്ങ് കളയുക ചെയ്യുക. അതിന് പകരം ഇങ്ങനെ ഒരു ഭരണിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അച്ചാർ ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ടേസ്റ്റ് വൈസ് ഒരു വ്യത്യാസവും സാധാ നാരങ്ങ അച്ചാർ ഇതും തമ്മിൽ ടേസ്റ്റ് വൈസ് കുറച്ച് പുളി കുറവുണ്ടാവും. സാധാ നാരങ്ങയാകുമ്പോൾ കുറച്ചധികം പുളി ഉണ്ടാവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്